നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും അവതരിപ്പിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ഷാഫി പറമ്പിൽ. വരുന്ന ദിവസങ്ങളിൽ പാലക്കാട്ട് നഗരത്തിൽ നടക്കുന്ന വിവിധ ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനത്തിനും മറ്റുമായി രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും അവിടെ എത്തിച്ച് കളം പിടിക്കാനാണത്രേ ഷാഫി പറമ്പിൽ ശ്രമിക്കുന്നത്. സർക്കാർ പരിപാടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തുമെന്ന സൂചന വന്നപ്പോഴാണ് സ്വകാര്യ ചടങ്ങുകളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കാനുള്ള നീക്കവുമായി ഷാഫി പറമ്പിൽ മുന്നോട്ട് പോകുന്നത്. ഷാഫിക്ക് അവിടെ പാലക്കാട് നല്ല സ്വാധീനമുണ്ട്. റെസിഡൻഷ്യൽ അസോസിയേഷനിലും മറ്റ് ക്ലബ്ബുകളിലുമൊക്കെ ഷാഫിക്ക് വലിയ സ്വാധീനമാണ് ഉള്ളത്. അതുകൊണ്ട് ഷാഫി വിചാരിച്ചാൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ദിവസം 10-15 പരിപാടി കൊടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്നാൽ ഇവിടെ വിഷയം മറ്റൊന്നാണ്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കൂടി പാലക്കാട് ഇറങ്ങിയാൽ തങ്ങൾ തടയുമെന്നാണ് ഡിവൈഎഫ്ഐയും CPM-ഉം BJP-യും യുവമോർച്ചയും ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു കാരണവശാലും പാലക്കാട് കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന വാശിയിലാണ് യുവമോർച്ചയും BJP-യും. CPM-ഉം ഡിവൈഎഫ്ഐയും അത്രയ്ക്ക് ബലം പിടിക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് നേരിട്ട് മത്സരിക്കുന്നത് കോൺഗ്രസും BJP-യുമാണ്. BJP-യെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഷാഫി പറമ്പിൽ അവിടെ നിന്ന് 2 തവണയും ജയിച്ചത്. കഴിഞ്ഞ തവണ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചതും BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് രാഷ്ട്രീയമായ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ കോൺഗ്രസും BJP-യും തമ്മിലാണ്. അതുകൊണ്ട് CPM-ന് അവിടെ വലിയ റോളൊന്നുമില്ല. എങ്കിലും രാഹുലിനെ റോട്ടിലിറക്കില്ല എന്നൊക്കെ CPM-ഉം DYFയും പ്രഖ്യാപിക്കുന്നുണ്ട്. ഇനി ഷാഫി പറമ്പിലിനെയും വടകര മോഡലിലൊന്ന് തടയാനുള്ള പരിപാടി അവിടെ DYFക്കാർ ഇട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് നഗരത്തിൽ ഇറക്കില്ല എന്നത് DYFയുടെയും CPM-നേക്കാൾ BJP-യുടെയും യുവമോർച്ചയുടെയും വാശിയാണ്. കാരണം BJP-യെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിച്ചിരിക്കുന്നത് ഏറ്റവും മികച്ച അവസരമാണ്. ഇനി ഇത്തവണ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും പാലക്കാട് പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അത് BJP-ക്ക് വലിയ ആത്മവിശ്വാസം കേരളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ പോലും ഉണ്ടാക്കും. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം കത്തിച്ചു നിർത്താനുള്ള എല്ലാ പരിപാടികളുമായിട്ടാണ് BJP നേതൃത്വം മുന്നോട്ട് പോകുന്നത്. അതിനൊന്നും തടയിടാൻ വേണ്ടി ഒരു ബോംബ് ഒക്കെ VD സതീശൻ ഇടപെട്ട് പൊട്ടിച്ചെങ്കിലും അതൊന്നും ഏശിയില്ല. കാരണം കൃഷ്ണകുമാറിനെതിരെയുള്ള എന്തോ ആരോപണമൊക്കെ രാഗിക ആരോപണമെല്ലാം കൊണ്ടുവന്നെങ്കിൽ അതൊന്നും അത്ര ഏശാത്ത നിലയിലേക്ക് വന്നു. അതുകൊണ്ട് വർദ്ധിത വീരത്തോടെ BJP-യും RSS-ഉം സംഘപരിവാർ സംഘടനകളും രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് ഇറങ്ങിയാൽ തടയുമെന്ന നിശ്ചയദാർഢ്യവുമായി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ വലിയ സംഘർഷം അവിടെ ഉണ്ടാകും. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഇറങ്ങിക്കഴിഞ്ഞാൽ BJP തടയാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ സംഘർഷമായിരിക്കും ഉണ്ടാവുക. അവിടെ ധർമ്മസങ്കടത്തിലാവുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ അണികൾ തന്നെയാണ് രാഹുലിനെ രംഗത്തിറക്കുന്നത്. എന്നാൽ അങ്ങനെ അപ്പോൾ BJP തടയുമ്പോൾ രാഹുലിന് വേണ്ടി സംസാരിക്കാൻ കോൺഗ്രസിന് കഴിയുമില്ല. കാരണം രാഹുൽ ഇപ്പോൾ പാർട്ടിക്ക് പുറത്താണ്. പ്രാഥമിക അംഗത്വം പോലും അദ്ദേഹത്തിന് ആ പാർട്ടിയിലില്ല. ഇതാണ് കോൺഗ്രസിന് ധർമ്മസങ്കടം. അങ്ങനെ വരുമ്പോൾ രാഹുലിനെ തടയുന്ന യുവമോർച്ചക്കാരെയും BJP-ക്കാരെയും പോലീസ് നേരിടേണ്ടി വരും. അങ്ങനെ പാലക്കാടിൻ്റെ തെരുവുകളിൽ ചോരപ്പുഴ ഒഴുക്കിക്കൊണ്ട് തന്നെ പാലക്കാട് BJP പിടിക്കുമെന്നാണ് ഇപ്പോൾ BJP നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ട് ഇപ്പോൾ ഇറക്കണോ എന്നുള്ള ചോദ്യവും ഷാഫി പറമ്പിലിനോട് ചില കോൺഗ്രസ് നേതാക്കൾ രഹസ്യമായി ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം KPCC ജനറൽ സെക്രട്ടറി KA ചന്ദ്രൻ്റെ വീട്ടിൽ വെച്ച് നടന്ന മീറ്റിങ്ങിൽ ഷാഫി പറമ്പിൽ തൻ്റെ അടുപ്പക്കാരെ എല്ലാവരെയും വിളിച്ചു കൂട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ അടുത്ത ആഴ്ച മുതൽ ഇവിടെ ലാൻഡ് ചെയ്യിക്കണമെന്നും അദ്ദേഹത്തിന് പരിപാടികൾ ഇട്ട് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞെങ്കിലും എല്ലാവരും ഒന്നും അടിച്ചു നിൽക്കുകയാണ്. കാരണം ഒന്നാണ്, മറ്റൊന്നുമല്ല, കോൺഗ്രസ് പുറത്തായി കഴിഞ്ഞാൽ കോൺഗ്രസ് നേതാക്കൾക്കും അണികൾക്കും രാഹുലിനെ സംരക്ഷിക്കാൻ പറ്റില്ല. മറ്റപ്പുറത്ത് BJP-യാണ്. അവർ വർദ്ധിത വീരത്തോടെ തടയുകയും പോലീസ് അവരെ ലാത്തി ചാർജ് ചെയ്ത് നീക്കാനൊക്കെ ശ്രമിക്കുകയും അങ്ങനെ ചോരപ്പുഴ ഒഴുകിയാലും പാലക്കാട് ഗുണം ചെയ്യുക BJP-ക്കാണ്. ചുരുക്കത്തിൽ ഷാഫി ധർമ്മസങ്കടത്തിലാണ്. രാഹുലിനെ ഇറക്കിയില്ലെങ്കിൽ ഷാഫിയുടെ ഗ്രിപ്പ് അവിടെ എന്നേക്കുമായി പോകും. ഇറക്കിയാലോ അവിടെ ചോരപ്പുഴ ഒഴുകും. കോൺഗ്രസും അതുപോലെ ധർമ്മസങ്കടത്തിലാണ്. എന്ത് ചെയ്യണമെന്ന് ഒരു എത്തും പിടിയുമില്ല.